ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെതിരെ അതിശക്തമായ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പോറ്റിയുമായി പത്മകുമാറിന്റെ ബന്ധം തെളിയിക്കുന്ന രേഖകൾ SIT കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിൽ നടത്തിയ റെയ്ഡിൽ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും കണ്ടെത്തി. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്ക് ചേരുന്നു. അനന്തൻ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പത്മകുമാറിന് ഉണ്ടായിരുന്നത് ശബരിമല സ്വർണ്ണക്കടത്തുൾപ്പെടെ എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളാണ് എന്നതിന് തെളിവാണ് ഇപ്പോൾ SITക്ക് ലഭിക്കുന്നത്. രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് തലത്തിൽ മുഖ്യ ആസൂത്രകനായി പ്രവർത്തിച്ചത് എ പത്മകുമാറാണ് എന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതും അദ്ദേഹം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയും ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ കേസിലെ മുഖ്യ പ്രതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്ന് പത്മകുമാറിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലും നേരത്തെ SITക്ക് വിവരം ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകളും ലഭിച്ചിരുന്നു. അപ്പോൾ പത്മകുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ പരിശോധന നടത്തിയത്. SIT ഉദ്യോഗസ്ഥർ ഏതാണ്ട് 12 മണിക്കൂറിലധികം, ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞു ആ പരിശോധന കഴിയുമ്പോൾ. അപ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നു. അത് പ്രത്യേകിച്ച് ഭൂമി ഇടപാടുകൾ നടന്നു. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ സാമ്പത്തിക നേട്ടം പത്മകുമാറിന് ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ പത്മകുമാർ കൂടുതൽ ഭൂമിയും കെട്ടിടങ്ങളും ഒക്കെ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഇന്നലത്തെ പരിശോധനയിൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്ഥിരമായി ഈ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിട്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ സ്ഥിരമായി വരുമായിരുന്നു. അവിടെ തങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിൽ ഇന്നലത്തെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള ലിങ്ക് തെളിയിക്കാനുള്ള കൂടുതൽ രേഖകൾ, തെളിവുകൾ ഒക്കെ ഈ പരിശോധനയുടെ ഭാഗമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപാണ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് ദേവസ്വം ബോർഡിന്റെ ആസൂത്രണം മുത്തുവൻ നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇനി പത്മകുമാറിലൂടെ അറിയാൻ ശ്രമിക്കുന്നത് ഇതിനു മുകളിൽ ഇനി എങ്ങനെയാണ് ഈ കൊള്ളയുടെ മറ്റു കാര്യങ്ങൾ എന്നുള്ളതാണ്. അതിനൊപ്പം ഏത് പരിധിവരെ എത്തി എന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അത്തരം സൂചനകൾ വരുന്നുണ്ടോ? ഇപ്പോൾ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയമായ പങ്കാളിത്തം ഈ തട്ടിപ്പിനുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്വേഷണം ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പിടിയിലായി എന്ന നിലയിലാണോ, അതോ കൂടുതൽ അറസ്റ്റിന് സാധ്യത ഉണ്ട് എന്ന തരത്തിലാണോ? മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ? അത്തരം സാധ്യതകളുമുണ്ടോ? രതീഷ്, കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെടുത്തിയുള്ള മൊഴികൾ ലഭ്യമാണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഇതിനകത്ത് അന്വേഷണ സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഇപ്പോഴും ഉള്ള ഒരു അവ്യക്തത എന്ന് പറയുന്നത് ഈ മോഷ്ടിച്ചെടുത്ത സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അത് ഒരുക്കി എന്നുള്ള ഒരു മൊഴിയാണ് പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്നാണ് SIT കരുതുന്നത്. കാരണം പത്മകുമാറിനടക്കം വലിയ സാമ്പത്തിക നേട്ടം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകണമെങ്കിൽ അത് ഒരുക്കി വിറ്റതല്ല, അത് മറിച്ച് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കൈമാറുന്ന പോലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വലിയ സ്വാധീനശേഷിയുള്ള സംഘങ്ങളായിരിക്കും അതിന്റെ പിന്നിൽ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളിൽ കൂടി പത്മകുമാറുമായി ബന്ധപ്പെട്ട് ബോർഡുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നിലവിൽ 2019 ദേവസ്വം ബോർഡിനെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. ആ ബോർഡിന്റെ പ്രസിഡന്റ് അറസ്റ്റിലായിട്ടുണ്ട്. ആ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ബോർഡംഗങ്ങളുടെ മൊഴിയെടുത്തു. ശങ്കരദാസും ഒപ്പം തന്നെ വിജയകുമാറുമാണ് ബോർഡംഗങ്ങൾ. അവർ നൽകിയ മൊഴി എന്ന് പറയുന്നത് ഞങ്ങൾ അറിയാതെയാണ് മിനിറ്റ്സിൽ ഈ സ്വർണം പൊതിഞ്ഞ ചെമ്പ് എന്നുള്ളത് വെറും ചെമ്പാക്കി പത്മകുമാർ മാറ്റിയത്, സ്വന്തം കൈപ്പടയിൽ മാറ്റിയതെന്നാണ് അവരുടെ ഇതുവരെയുള്ള മൊഴി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി പത്മകുമാറിന്റെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യുമ്പോൾ ബോർഡംഗങ്ങൾക്കും അറിയാം എന്നുള്ള വസ്തുത അറിയിക്കുകയാണെങ്കിൽ ബോർഡംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യും. ഒരു പക്ഷേ ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയും അറസ്റ്റും ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ ബോർഡുമായി ബന്ധപ്പെട്ട് ഇനി ശങ്കരദാസിന്റെയും വിജയകുമാറിന്റെയും ഇടപെടലാണ് കൃത്യമായി ഈ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട്, ഇതെല്ലാം കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഇനി ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട ഒരു FIR കൂടിയുണ്ട്. അതിലുള്ള അന്വേഷണം കൂടി പോകേണ്ടതുണ്ട്. അപ്പോൾ ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഒരു മാഫിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവരിലേക്കും കൂടെ അന്വേഷണം നീളേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറം അയ്യപ്പസ്വാമിയുടെ സ്വത്ത് ഇപ്പോഴും സുരക്ഷിതമായ ഏതെങ്കിലും കേന്ദ്രത്തിലുണ്ടോ? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും നിലപാടെടുത്തിരിക്കുന്നത് പോലെ ഉരുക്കി വിറ്റതാണോ? അതല്ല ആ പാളികൾ അപ്പാടെ
അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് കൈമാറിയതാണോ? അതിലേക്ക് പോകാനുള്ള താക്കോലാണ് പത്മകുമാർ എന്നാണ് SIT ഇപ്പോഴും കരുതുന്നത്. കാരണം പത്മകുമാറിന് വലിയ സാമ്പത്തിക നേട്ടം ഏത് വഴിയിലൂടെയാണ് വന്നത് അത് പത്മകുമാറിന് അറിയാം. അപ്പോൾ അതിന് പിന്നിൽ ഇനിയിപ്പോൾ പ്രതിപക്ഷം അടക്കം ആരോപിക്കുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രനുമായൊക്കെ ബന്ധമുണ്ടോ, അന്ന് മന്ത്രിയും ഇടപെട്ടിരുന്നോ എന്നുള്ളത് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇനി വ്യക്തമാകേണ്ടത്. ഒരു പക്ഷേ പത്മകുമാർ ഇനി പറയാൻ പോകുന്ന പേരുകൾ ആരുടേതാണ്, ആ പേരുകളിലൊക്കെ ചോദ്യം ചെയ്യൽ മേഖലകൾ പോകേണ്ടി വരും. പ്രത്യേകിച്ച് തന്ത്രി അടക്കം ഉള്ളവരുടെ പരോക്ഷമായ സൂചനകൾ പത്മകുമാർ നേരത്തെ നൽകിയതാണ്. അപ്പോൾ പത്മകുമാർ ഇനി അവർക്കൊക്കെ പങ്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി അവരെല്ലാം അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ നിലവിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ളവരെ കേന്ദ്രീകരിച്ച് തന്നെയാകും മുന്നോട്ട് പോവുക.